ഓം ശാന്തി. പലപ്പോഴും ജീവിതത്തിൽ ദുഃഖങ്ങൾ വരുമ്പോൾ ദുഃഖം എന്ന ഒരു കാര്യത്തിൻ്റെ കാറ്റടിക്കുമ്പോൾ തന്നെ മനുഷ്യന്മാർ മനസ്സിൻ്റെ ഉള്ളിൽ അതിനെ അങ്ങ് സ്വീകരിച്ച് ആ വരുന്ന കാര്യത്തിൻ്റെ പല മടങ്ങ് ആഴത്തിൽ അങ്ങ് സ്വീകരിക്കും. എന്നെപ്പോലെ ദുഃഖി ആരുമില്ല, എൻ്റെ ദുഃഖം എനിക്കല്ലേ അറിയൂ, മറ്റാൾക്ക് മനസ്സിലാവില്ല, എന്നെപ്പോലെ വിഷമിക്കുന്ന ആരും നിങ്ങൾക്ക് ഈ ലോകത്തിൽ കാണാനാവില്ല, ഞാൻ അത്രയും അധികം കഠിനമായിരിക്കുന്ന വേദനയിൽ നിന്നാണ് സിസ്റ്ററോട് സംസാരിക്കുന്നത്. ഞാൻ പലതും കേൾക്കാറുണ്ട്. ഒരു കാര്യം ഞാൻ ഓപ്പണായി പറയുകയാണ്. ചൊല്ലു പറയാറുണ്ട്, ചെരുപ്പില്ലാതെ നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവൻ കാലില്ലാത്തവനെ കാണുമ്പോഴേ പറയൂ എന്ന്. ഒരു ഉത്തമ ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരിക്കൽ ഒരാൾക്ക് ഷുഗർ വന്നിട്ട് കാല് മുറിക്കേണ്ടി വന്നു. ഇതൊരു അനുഭവമാണ് കേട്ടോ. കാല് മുറിക്കേണ്ടി വന്നപ്പോൾ അതുവരെ എല്ലാവരുടെ മുന്നിലും വളരെയധികം അഭിമാനിയായിട്ട് നടക്കുന്ന ഒരാളായിരുന്നു. ആരെയും ഒന്നിനും ആശ്രയിക്കില്ല, അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ ഷുഗർ വന്ന് കാല് മുറിക്കേണ്ടി വന്നു. 46 വയസ്സേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അദ്ദേഹം വിചാരിക്കുകയാണ്, ഇനി എനിക്ക് ആശ്രയിച്ച് ജീവിക്കേണ്ട, ഇനി എന്തിനും ഏതിനും ആശ്രയം വേണ്ടി വരും. പഴയ ഞാൻ എവിടെ, എത്ര അഭിമാനത്തോടെ അന്തസ്സോടെ ഞാൻ നടന്നിരുന്നു, ഇനി ഞൊണ്ടുകാരെന്ന് എല്ലാവരും പറയും, എനിക്ക് ജീവിക്കേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ദിവസം അദ്ദേഹം സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചു. കടൽ തീരത്തിലൂടെ അദ്ദേഹം എല്ലാവരും ഒഴിഞ്ഞ ശേഷം കടലിൻ്റെ അലകളിൽ സ്വയം അവനവനെ സമർപ്പിച്ച് മരിക്കാൻ നിശ്ചയിച്ചു. ആ കടൽ തീരത്ത് അന്ന് അയാളിങ്ങനെ എല്ലാവരും പോവാൻ വേണ്ടി കാത്തിങ്ങനെ ബീച്ചിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോഴാണ് കാണുന്നത് ഒരു കാലും മാത്രം, 2 കയ്യുമില്ല, ഒരു കാലുമില്ല. അയാൾ ഇരുന്നിങ്ങനെ പാട്ടുപാടി രസിക്കുകയാണ് ആ ബീച്ചിൽ. അപ്പോൾ ഇയാളുടെ ആ രസിക്കലും പാട്ടുപാടലും ആൾ വരുമ്പോൾ പൈസ ചോദിക്കും, ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കും, അല്ല കടല കൊടുത്തു അല്ലെങ്കിൽ ഒരു സാധനം കൊടുത്തു, അതൊക്കെ തിന്നുന്നു, ആസ്വദിക്കുന്നു. അയാൾ ഇരുന്നിങ്ങനെ പാടുന്നു. അപ്പോൾ ഇയാൾ ഈ പാട്ട് ഇയാൾ എന്താണ് ഇങ്ങനെ പാടുന്നത് എന്നൊന്ന് ചെവിയോർത്ത് പോയി. ഓർത്ത് പോകുമ്പോൾ, ഭഗവാനെ എനിക്ക് നീ ഒരു കാല് തന്നു, 2 കണ്ണ് തന്നു, ഈ ഒരു കാലും കൂടി ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് മൂവ് ചെയ്യാനേ പറ്റില്ലായിരുന്നു. ഒരു കാലിൻ്റെ ഒപ്പം മറ്റൊരു കാല് വെച്ച് ആണെങ്കിലും എനിക്ക് നടക്കാനാവുള്ളൂ. കൈയില്ലെങ്കിലും കുഴപ്പമില്ല, കണ്ണ് നീ തന്നല്ലോ, എനിക്ക് കണ്ടു മുന്നേറാലോ. ഇങ്ങനെയൊക്കെ ആളെ പാടാനുള്ളതായിരിക്കുന്ന തൊണ്ട നീ എനിക്ക് തന്നല്ലോ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അയാൾക്കുള്ള കണ്ണിൻ്റെ പേരിൽ, ഒരു കാലിൻ്റെ പേരിൽ, ഈ ശബ്ദത്തിൻ്റെ പേരിൽ അയാൾ ഭഗവാൻ നന്ദി പറഞ്ഞ് പാടിക്കൊണ്ടിരിക്കുക. ഇത് കണ്ടപ്പോൾ ഇയാളുടെ കണ്ണ് നിറഞ്ഞുപോയി. അയാൾ പതുക്കെ അടുത്ത് പോയിരുന്നു. കുറച്ചു നേരം ആ പാട്ട് കേട്ട് ഇങ്ങനെ കുടുകുടാ കണ്ണെന്ന് ധാരധാരയായിട്ട് ഒഴുകി. എനിക്കൊരിക്കലും മരിക്കണ്ട, ഞാൻ ആ വലിയ അബദ്ധമാണ് കാണിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വീട്ടിലേക്ക് വന്നു. വാസ്തവത്തിൽ പലപ്പോഴും നമ്മളെക്കാൾ അധികം ദുഃഖം അനുഭവിക്കുന്നവരൊന്ന് തിരിഞ്ഞു നോക്കിയാലുണ്ടല്ലോ നമുക്ക് തോന്നിപ്പോവും ഈ ലോകം നമ്മൾ ജീവിക്കുന്നത് എത്രയോ ആനന്ദദായകമായിട്ടാണ്. കാലൊന്നും ഞൊടന്തുള്ള ആളുകളെ ഞാൻ കാണാറുണ്ട്. ഒരു കാലിൽ ഇങ്ങനെ വലിച്ചു നടക്കേണ്ട ഒരു സിസ്റ്റർ എന്നോട് പറയുമായിരുന്നു, ഭഗവാനിൽ എനിക്ക് വിശ്വാസമേ ഇല്ല, കാരണം ഭഗവാൻ എനിക്കെന്തിനാ ഇങ്ങനത്തെ ഒരു കാല് തന്നത് എന്ന്. ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ, ഭഗവാൻ ആർക്കും കൈയില്ലാതെയും കണ്ണില്ലാതെയും കാലില്ലാതെയും ജനിപ്പിക്കുന്നില്ല. നമ്മുടേതായിരിക്കുന്ന കർമ്മഫലം കൊണ്ടാണ് അങ്ങനെ വന്ന് ജനിക്കുന്നത്. അഥവാ അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ കുരുങ്ങിപ്പോകുന്നെങ്കിൽ നമ്മുടെ ഏതോ കർമ്മഫലം കൊണ്ടാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ആ സമയത്ത് ഈശ്വരനെ പഴിക്കാതെ സ്വന്തം കർമ്മത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് പുണ്യകർമ്മത്തിൻ്റെ പാതയിൽ ഒരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കാലിന് ശക്തിയില്ലാത്തവരാണെങ്കിൽ മറ്റേ കാലിന് എക്സ്ട്രാ പവർ അവർക്ക് ഉണ്ടായിരിക്കും. കൈയില്ലാത്തവരാണെങ്കിൽ ഈ കൈയിൻ്റെ തണ്ട കൊണ്ട് അവർ എല്ലാ കാര്യവും ചെയ്യുന്നത് നമ്മൾ കാണാം. എന്തിനേറെ എത്രയും ആളുകളുടെ വീഡിയോസ് നമ്മൾ കാണാൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് സോഷ്യൽ മീഡിയയിൽ എല്ലാം കാണാൻ കിട്ടുന്ന കാലം. നിക്കിൻ്റെ കഥ നിങ്ങളൊന്ന് നോക്കി നോക്കിയാൽ മതി. ആഫ്രിക്കയിൽ ഒരാളുടെ കഥ. കയ്യുമില്ല കാലുമില്ല. അയാളൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, നോ ഹാൻഡ്സ് നോ ലെഗ്സ് നോ ടെൻഷൻ എന്ന് പറഞ്ഞുകൊണ്ട്. തൻ്റെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ എന്തു തന്നെ വരുമ്പോഴും ആ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ തന്നെ അതിനേക്കാൾ താഴെയുള്ളവർ നോക്കിയാൽ തന്നെ മനസ്സ് ആദ്യം സമാധാനിക്കും. ഓ ബെറ്റർ, അവരെക്കാൾ നല്ലതാണല്ലോ എൻ്റെ അവസ്ഥ എന്ന്. എന്നിട്ട് നമുക്ക് എന്തുണ്ടോ അത് വെച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും എല്ലാ ദുഃഖത്തിൻ്റെ അവസ്ഥയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ആവശ്യമായത് ഒന്നേ ഒന്ന് മാത്രം, ആത്മവിശ്വാസം എന്ന ഒന്ന് മാത്രം. ഒരിക്കൽ അക്ബറും ബീർബലും പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്ബർ ബീർബലിനോട് ചോദിക്കുകയാണ്, ഏറ്റവും ശക്തമായ ആയുധം എന്താണ് ബീർബൽ എന്ന്. അപ്പം ബീർബൽ ഉത്തരം പറയും, ആത്മവിശ്വാസമാണ് ഏറ്റവും ശക്തമായിരിക്കുന്ന ആയുധം എന്ന്. അപ്പം അക്ബർ ഒന്നും മിണ്ടിയില്ല, അത് മനസ്സിലിട്ടു. ഒരു ദിവസം ഇവനെ പരീക്ഷിക്കണം എന്ന് നിശ്ചയിച്ചു. അങ്ങനെ ഇരിക്കെ അക്ബറിൻ്റെ കൊട്ടാരത്തിൽ ഒരു ആനയ്ക്ക് മദ ഇളകി. ഒരു ദിവസം ബീർബൽ കൊട്ടാരത്തിലെ രാജവീതിയിലൂടെ അക്ബറിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറാൻ പറ്റില്ല എന്നൊരവസ്ഥയുള്ള സംവഴി എത്തിയപ്പോൾ രാജാവ് ആ മദയാനേനെ തുറന്നു വിടാൻ ആജ്ഞാപിച്ചു. അങ്ങനെ അക്ബറുടെ ആജ്ഞ അനുസരിച്ച് മദയാനേനെ തുറന്നു വിട്ടു.
ബീർബലിന് പെട്ടെന്ന് മനസ്സിലായി ഇത് രാജാവിൻ്റെ പരീക്ഷയാവാനുള്ള സാധ്യതയുണ്ട്. കൊട്ടാരത്തിൻ്റെ രാജവീതിയിൽ അങ്ങനെ ഒരു ആന വരാനുള്ള സാധ്യതയില്ല. ഇടത്തോട്ട് നോക്കുമ്പോൾ ഓടാനുള്ള വഴിയില്ല, വലത്തോട്ട് നോക്കാനുള്ള ഓടാനുള്ള വഴിയില്ല. ആനയാണെങ്കിൽ മതയാനയാണ്. അതിൻ്റെ പൂർണ്ണമായിട്ട് ആ ചങ്ങലക്കിട്ട ദേഷ്യം കൂടെ സഹിക്കവയ്യാതെ അത് കൊമ്പ് കുലുക്കി തുമ്പിയാട്ടിക്കൊണ്ട് എത്തിപ്പിടിച്ചു എന്നായിപ്പോയി. അപ്പോഴാണ് ബീർബൽ കാണുന്നത് തൊട്ടടുത്തൊരു നായ. ബീർബൽ ഓടിപ്പോയിട്ട് ആ നായയുടെ പിൻകാല് പിടിച്ച് നായയ്ക്ക് ചിന്തിക്കാൻ പറ്റുന്നേക്കാൾ വേഗത്തിൽ ഈ നായനെ ചുറ്റി എറിഞ്ഞിട്ട് ഈ ആനയുടെ നേരെ എറിയും. ഈ നായ അത്ര ശക്തമായി കുറച്ച് ആനയുടെ മോള് പോയി ഇടിച്ചപ്പോൾ മതയാനയായിട്ട് പോലും ആ നായയുടെ കുറയും പരാക്രമവും ആ നായയും ആകെ പരാക്രമിച്ച് പേടത്തിലാണ്. ആ സമയത്ത് ആന പേടിച്ച് പിന്നോട്ടോടി സമയം കൊണ്ട് ബീർബൽ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഇതെല്ലാം കണ്ടു നിന്ന് അക്ബർ ബീർബലിൻ്റെ അടുത്ത് വന്നിട്ട് കൈകൂപ്പി പറയും, ആത്മവിശ്വാസം തന്നെയാണ് ഏറ്റവും വലിയ ആയുധമെന്ന് എനിക്കിപ്പോൾ ശരിക്കും ബോധ്യമാക്കി തന്നു നീ എന്ന്. ജീവിതത്തിൽ മരണം മുന്നിൽ വരുന്ന സന്ദർഭം വരെ വന്നേക്കാം, എങ്ങോട്ടും പോവാൻ നമുക്കാവില്ല എന്നുള്ളൊരു അവസ്ഥ വന്നേക്കാം. ഒന്നും പറ്റില്ലെങ്കിൽ അങ്ങനൊരു സാഹചര്യത്തിൽ കുരുങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഭഗവാന്റെ കയ്യിൽ സമർപ്പിക്കുക നിങ്ങൾ. ഈശ്വരൻ അവിടെ ഒരു വഴി കൊണ്ട് നമ്മുടെ മുന്നിൽ വരാതിരിക്കില്ല. അതുകൊണ്ട് ജീവിതത്തിലെ അത്തരം കഠിനമായ സാഹചര്യങ്ങളിൽ ആത്മവിശ്വാസത്തിന്റെ ശക്തി ഒന്ന് മാത്രം ഉണ്ടെങ്കിൽ രോഗത്തെ ഓടിപ്പിക്കാൻ നമുക്ക് പറ്റും, ക്യാൻസറിനെ തോൽപ്പിക്കാൻ നമുക്ക് പറ്റും, കൊറോണ നമ്മുടെ സമീപത്ത് പോലും വരാതെ ഓടിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ജീവിതത്തിൽ എന്ത് തന്നെ വന്നാലും അതിനെ നേരിട്ടുകൊണ്ട് അതിനൊക്കെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. പക്ഷെ ആത്മവിശ്വാസം ഉണ്ടാകുന്നത് സത്യമായ കർമ്മത്തിന്റെ ആധാരത്തിലും ഈശ്വരനുള്ളതായിട്ടുള്ള അടിയുറച്ച വിശ്വാസത്തിലും അവനവനുള്ളതായിരിക്കുന്ന വിശ്വാസത്തിലുമാണ്. അവനവനുള്ള വിശ്വാസം വരണോ, നമ്മുടെ ഇൻറ്റേർണൽ പവറിനെ വർദ്ധിപ്പിച്ചേ പറ്റൂ, ആന്തരിക ശക്തി നിരന്തരമായി മൂർച്ച വെപ്പിച്ചേ പറ്റൂ. അതിനുള്ള ഒരേ ഒരു പോംവഴിയാണ് മെഡിറ്റേഷൻ. ഡെയിലി മെഡിറ്റേഷൻ. ഒരു ദിവസത്തെ മെഡിറ്റേഷൻ അല്ല, 7 ദിവസത്തെ മെഡിറ്റേഷൻ അല്ല, 21 ദിവസത്തെ മെഡിറ്റേഷൻ അല്ല. നിങ്ങളിൽ എന്തെങ്കിലും സംസ്കാരത്തിൻ്റെ പരിവർത്തനം കൊണ്ടുവരണമെങ്കിൽ, സ്വഭാവത്തിൻ്റെ പരിവർത്തനം കൊണ്ടുവരണമെങ്കിൽ 7 21 ഒക്കെ പ്രയോഗിക്കാം. പക്ഷേ ലൈഫിലേക്ക് ഫോർ എവർ ഇന്നർ പവേഴ്സ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ, ജീവിതത്തിൽ ആന്തരിക ശക്തിയുടെ ആധാരത്തിൽ മാത്രമേ ഒരു മനുഷ്യന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആ ശക്തി നിങ്ങൾക്ക് ആർജിക്കണോ, ഒരേ ഒരു മെത്തേഡ് മെഡിറ്റേഷനും പോസിറ്റീവായിട്ടുള്ള സ്റ്റഡിയാണ്. അതുകൊണ്ട് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക, കുറച്ച് സമയം മെഡിറ്റേറ്റ് ചെയ്യുക, നല്ല കാര്യങ്ങൾ പഠിക്കുക, എക്സസൈസ് ചെയ്തുകൊണ്ട് ശരീരത്തെ ഫിറ്റ് ആക്കുക, സ്ട്രോങ് ആക്കുക. എന്നാൽ ജീവിതത്തിൽ ഒന്നിനും നിങ്ങളെ തോൽപ്പിക്കാനാവില്ല. ഒരു പരിധി വരെ മെഡിറ്റേഷനും സ്റ്റഡിയും എക്സസൈസ് ചെയ്ത് നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ എന്ത് കാര്യത്തിനും നേരിടാനുള്ള ഒരു ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെ ഉണർന്നു വരും. അങ്ങനെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിനും നേരിട്ടുകൊണ്ട് ശക്തിശാലികളായി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.